Hi friends, welcome to Edumendo. This video we'll be going through some previous year questions of operating system. Operating systemത്തില് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഇതുവരെ കേരള PSC എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാംസ് ആയിക്കോട്ടെ, ലെക്ചറർ ഇൻ പോളിയുടെ എക്സാംസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ HSST, ജൂനിയർ മാനേജർ, അങ്ങനെ കമ്പ്യൂട്ടർ സയൻസിലെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ കേരള PSC നടത്തിയിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു PYQ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ക്വസ്റ്റ്യൻ നമ്പർ 1. വെൻ ഡസ് എ പേജ് ഫോൾട്ട് occur? എപ്പോഴാണ് ഒരു പേജ് ഫോൾട്ട് ഉണ്ടാകുന്നത്? ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾക്ക് എന്താണ് പേജിംഗ് എന്ന് അറിയണം. പേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമിന് നമ്മൾ കുറെ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ പേജസിന് നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുക. സപ്പോസ് ഇതാണ് നമ്മുടെ സെക്കൻഡറി മെമ്മറി എന്ന് വിചാരിക്കും. സെക്കൻഡറി മെമ്മറിയുടെ അകത്താണ് നമ്മൾ ഈ പേജസിനെ സ്റ്റോർ ചെയ്യുക. ഇനി നമ്മൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് വേണം? നമുക്ക് ആ പ്രോഗ്രാമിനെ നമ്മളുടെ പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. ഇപ്പൊ പ്രൈമറി മെമ്മറിനെ നമ്മൾ കുറെ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഞാനിപ്പോ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആയിട്ട് പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം ആ ഒരു പോർഷൻസ് മാത്രമാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. പേജിംഗ് എന്താണ്, അതുപോലെ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് എന്താണ്, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. PYQs അല്ലാണ്ട് ലെക്ചർ വീഡിയോസ് ആയിട്ട് തന്നെ അത് വേറൊരു പ്ലേലിസ്റ്റിൽ ചെയ്യാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, നമ്മുടെ പ്രൈമറി മെമ്മറിനെ നമ്മൾ കുറെ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ പ്രൈമറി മെമ്മറിയാണ് നമ്മളുടെ മെയിൻ മെമ്മറി. ഇനി നമുക്ക് ഒരു പ്രോസസ്സിന് ആവശ്യമുള്ള സമയത്ത് ആ പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ പേജസിന് നമ്മൾ ഈ സെക്കൻഡറി മെമ്മറിന്ന് പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവരും. എല്ലാ പേജസിനെയും കൊണ്ടുവരില്ല. നമുക്ക് ഏത് പേജ് ആണോ ആ സമയത്ത് ആവശ്യം ആ പേജിനെയാണ് നമ്മൾ സെക്കൻഡറി മെമ്മറിന്ന് പ്രൈമറി മെമ്മറിയിലോട്ട് വരുന്നത്. അപ്പൊ ഈ പ്രൈമറി മെമ്മറിയിൽ ഓരോ ഫ്രെയിമിന്റെ സൈസ് എന്ന് പറയുന്നതും ഈ സെക്കൻഡറി മെമ്മറിയിൽ ഓരോ പേജിന്റെ സൈസ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കുള്ളൂ. സോ നമുക്ക് ഒരു ഫ്രെയിമിന്റെ അകത്ത് ഒരു പേജിനെയാണ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോ പേജും എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് സെക്കൻഡറി മെമ്മറിന്ന് പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ എപ്പോഴാണ് ഒരു പേജ് ഫോൾട്ട് ഉണ്ടാവുന്നത്? പേജ് ഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPU ഒരു പേജിനെ റെഫർ ചെയ്തു. നമുക്ക് ഇന്ന പേജ്, ഇപ്പൊ പേജ് നമ്പർ 5 എന്ന് പറയുന്നത് നമുക്കിപ്പോ ആവശ്യമുണ്ടെന്ന് വിചാരിക്കും. പേജ് നമ്പർ 5 എന്ന് പറയുന്ന പേജ് നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ നമ്മൾ ഇൻഫ്ലോ നോക്കും. ഇന്നാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആ പേജ് വെച്ചിട്ട് എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യാം. സപ്പോസ് ഈ ഒരു പേജ് പ്രൈമറി മെമ്മറിയിൽ ഇല്ലാന്ന് വിചാരിക്കുക. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട പേജ് പ്രൈമറി മെമ്മറിയിൽ ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ പേജ് ഫോൾട്ട് occur ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പേജിനെ സെക്കൻഡറി മെമ്മറിന്ന് പ്രൈമറി മെമ്മറിയിലോട്ട് നമ്മൾ കൊണ്ടുവരണം. കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമിലോട്ടായിരിക്കും നമ്മൾ പേജിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ പ്രൈമറി മെമ്മറിയുടെ അകത്ത് പേജ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് മെമ്മറി ഒന്നും ഇല്ലാന്ന് വിചാരിക്കും, അതായത് ഫ്രെയിംസ് ഒന്നും അവൈലബിൾ അല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു പേജിനെ റീപ്ലേസ് ചെയ്തിട്ട് വേണം ഈ പുതിയ പേജിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അതിനെയാണ് നമ്മൾ പേജ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ജനറൽ ആയിട്ട് പേജിങ്ങിനെ പറ്റി, പേജ് ഫോൾട്ടിനെ പറ്റിയൊക്കെ പറയാനുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെൻ ഡസ് എ പേജ് ഫോൾട്ട് occur? പേജ് ഫോൾട്ട് ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഓപ്ഷൻ എ, പേജ് ടു ബി ആക്സസ്ഡ് ഈസ് അവൈലബിൾ ഇൻ ദ പ്രൈമറി മെമ്മറി. നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ നമുക്ക് വേണ്ട പേജ് ഉണ്ടെങ്കിൽ അത് തെറ്റാ അല്ലെ? പ്രൈമറി മെമ്മറിയിൽ പേജ് ഇല്ലാതിരിക്കുമ്പോഴാണ് പേജ് ഫോൾട്ട് ഉണ്ടാവുന്നത്. സോ ഓപ്ഷൻ എ ഈസ് റോങ്. ഇനി ഓപ്ഷൻ ബി എന്താ? പേജ് ടു ബി ആക്സസ്ഡ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രീവിയസ് പേജ് റെഫറൻസ്. നമുക്ക് വേണ്ട പേജ് പ്രീവിയസ് പേജ് റെഫറൻസിൽ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമില്ല. നേരത്തെ റെഫറൻസ് ചെയ്തതാണോ അല്ലേന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ടല്ല പേജ് ഫോൾട്ട് ഉണ്ടാവുന്നത്. പേജ് ടു ബി ആക്സസ്ഡ് ഈസ് കണ്ടെയ്നിങ് ആൻ എറർ. പേജ്, നമുക്ക് വേണ്ട പേജിൽ എറർ ഉണ്ടെങ്കിൽ ആ പേജിൽ എറർ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നമ്മളുടെ കാര്യം. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ട പേജ് പ്രൈമറി മെമ്മറിയിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പേജ് ഫോൾട്ട് ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ഈസ് ഓൾസോ റോങ്. സോ ഹിയർ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി.
ഇത് മൂന്നുമല്ല പേജ് ഫോൾട്ട് ഉണ്ടാവാനുള്ള കാരണം the page to be accessed is not available in the primary memory. അതാണ് നമ്മളുടെ ആൻസർ. So option D, none of these. Now the next question is, a process has been allocated 3 page frames. ഒരു പ്രോസസ്സിന് 3 പേജ് ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട്. 1, 2 and 3. അങ്ങനെ 3 പേജ് ഫ്രെയിംസ് ആണ് പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. Assume that none of the pages are available in the memory initially. അതായത് ഈ 3 ഫ്രെയിംസിൽ ഇപ്പൊ ഇനീഷ്യലി പേജസ് ഒന്നും ഇല്ലാന്നാണ് അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. The process makes the following sequence of page references. ഇവിടെ നമുക്കൊരു പേജ് റെഫറൻസ് തന്നിട്ടുണ്ട്. ഈ ഒരു ഓർഡറിലാണ് ആ പ്രോസസ്സ് പേജിന് റെഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ പേജിന് റിക്വസ്റ്റ് ചെയ്യുന്നത്. If optimal page replacement policy is used, ഇവിടെ പറയുന്നത് ഒപ്റ്റിമൽ എന്ന് പറയുന്ന പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ആണ് ഇവര് യൂസ് ചെയ്യുന്നതെങ്കിൽ how many page fault occurs for the above reference string? ഈ ഒരു റെഫറൻസ് സ്ട്രിങ്ങിന് എത്ര പേജ് ഫോൾട്ട് ഉണ്ടാവും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് മിക്കവാറും എല്ലാ എക്സാംസിനും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് പേജ് ഫോൾട്ട് കൗണ്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ഒപ്റ്റിമൽ തന്നിട്ടുണ്ടാവും, ഫിഫ് തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്യാൻ പറയും. ഏതിനാണ് പേജ് ഫോൾട്ട് കൂടുതൽ, ഏതിനാണ് പേജ് ഫോൾട്ട് കുറവ്, അങ്ങനെ ഒരു റെഫറൻസ് സ്ട്രിങ് തന്നിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് ചെയ്ത് നോക്കാം. ഇവർ പറയുന്നത് ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ഒപ്റ്റിമൽ അൽഗോരിതം ആണെന്നാണ് പറയുന്നത്. ബട്ട് ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അൽഗോരിതം അല്ല. നമ്മൾ തിയറിറ്റിക്കലി പറയുമെങ്കിലും ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു അൽഗോരിതം ഇല്ല. റീസൺ എന്താന്ന് വെച്ചാൽ ഒപ്റ്റിമൽ അൽഗോരിതം യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ ഇപ്പൊ അടുത്തൊന്നും യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത പേജ് ഏതാണോ ആ പേജിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അതായത് റീപ്ലേസ് ദ പേജ് ദാറ്റ് ഈസ് നോട്ട് റീസെന്റ്ലി യൂസ്ഡ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കാൻ പോകുന്ന പേജസ് ഏതാന്ന് വെച്ചാൽ അതിനൊന്നും നമ്മൾ മാറ്റൂല. ഇനി ഇപ്പൊ അടുത്തൊന്നും ഉപയോഗിക്കാത്ത പേജ് ഏതാന്ന് വെച്ചാൽ ആ പേജിനെ വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട്. പക്ഷെ നമുക്കൊരിക്കലും നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസ് എന്താന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഒരു റിക്വസ്റ്റ് വരുമ്പോഴാണ് ഇന്ന പേജിന് റിക്വസ്റ്റ് വന്നെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ റിക്വസ്റ്റ് വരാണ്ട് ഫ്യൂച്ചറിൽ ഇന്ന പേജിന് റിക്വസ്റ്റ് വരാം എന്ന് പ്രെഡിക്റ്റ് ചെയ്യൽ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലി പോസിബിൾ അല്ല, തിയററ്റിക്കലി മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ റെഫറൻസ് സ്ട്രിങ് എന്താ? ഞാൻ ആ റെഫറൻസ് സ്ട്രിങ് ഒന്നും കൂടി എഴുതാം. ഇതാണ് നമ്മളുടെ പേജ് റെഫറൻസ് സ്ട്രിങ്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് 1. ഈ 1 എന്ന് പറയുന്നത് ഇതിൽ ഉണ്ടോ നോക്കണം. അപ്പൊ നമുക്കറിയാം 3 ഫ്രെയിംസ് ആണുള്ളത്. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇനീഷ്യലി മെമ്മറി എംപ്റ്റി ആണ്, ഒരു പേജസും ഇതിൽ അവൈലബിൾ അല്ല. അപ്പൊ എന്തായാലും നമ്മൾ ഒരു പേജിനെ ആദ്യമായിട്ടാണ് റെഫർ ചെയ്യണമെങ്കിൽ അത് ഒരു പേജ് ഫോൾട്ട് ആയിട്ട് തന്നെ വരും. സോ ഹിയർ 1 എന്ന് പറയുന്നത് ഒരു പേജ് ഫോൾട്ട് ആണ്. നമ്മൾ 1നെ ആദ്യം ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി നെക്സ്റ്റ് റെഫറൻസ് ചെയ്ത 2. 2 എന്ന് പറയുന്നതും മെമ്മറിയിൽ ഇല്ല, ഫസ്റ്റത്തെ റിക്വസ്റ്റ് ആണ്. സോ 2 എന്ന് പറയുന്നതും ഒരു പേജ് ഫോൾട്ട് ആണ്. ഇനി 2നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് 1. അപ്പൊ 1 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ ഇട്ടതാണ്, അപ്പൊ അത് പേജ് ഫോൾട്ട് അല്ല. ഇനി നെക്സ്റ്റ് വരുന്നത് 3. 3 എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം റെഫർ ചെയ്യുന്നതാണ്, ഇത് മെമ്മറിയിൽ ഇല്ല. സോ 3 എന്ന് പറയുന്നത് പേജ് ഫോൾട്ട് ആണ്. നമ്മൾ 3നെ മെമ്മറിയിലോട്ട് തന്നു. ഇപ്പോഴാണ് നമ്മുടെ ഫ്രെയിംസ് കംപ്ലീറ്റ്ലി ഫിൽ ആയേക്കുന്നത്, അല്ലെ? അപ്പൊ ഇതുവരെ നമുക്ക് പേജസിനെ ഒന്നും റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതായത് ഒപ്റ്റിമൽ എന്ന് പറയുന്ന പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ഇതുവരെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് എന്താ? ഇനി നമ്മൾ പുതിയൊരു ഫ്രെയിമിനെ കൊണ്ടുവരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ നെക്സ്റ്റ് റിക്വസ്റ്റ് എന്താ? പേജ് 7 ആണ് റിക്വസ്റ്റ് ഉള്ളത്. അപ്പൊ 7നെ മെമ്മറിയിലോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഫ്രെയിംസ് ഒന്നും ഇനി ബാക്കിയില്ല, അല്ലെ? ഇപ്പൊ ഓൾറെഡി ഈ ഫ്രെയിംസിന്റെ അകത്ത് പേജ് നമ്പർ 1, 2 and 3 ഈ 3 പേജസും ഓൾറെഡി മെമ്മറിയിൽ ഫില്ലായി കിടക്കുകയാണ്. അപ്പൊ ഇനി 7 ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു പേജിനെ റീപ്ലേസ് ചെയ്തിട്ട് വേണം 7 നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അത് 1നെ റീപ്ലേസ് ചെയ്യണോ, 2നെ റീപ്ലേസ് ചെയ്യണോ, അതോ പേജ് നമ്പർ 3നെ റീപ്ലേസ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ഒപ്റ്റിമൽ അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. അപ്പൊ ഒപ്റ്റിമൽ അൽഗോരിതത്തിൽ എന്താ പറയുന്നത്? നമ്മൾ ഫ്യൂച്ചറിൽ അടുത്തൊന്നും യൂസ് ചെയ്യാത്തത് ആരാണോ അയാളെ വേണം റീപ്ലേസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഇത് നോക്കിയേ, 1, 2, 3 എന്ന് പറയുന്നതിൽ ആരൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്നത്? 7 കഴിഞ്ഞാൽ 4 ഫ്രെയിമിൽ ഇല്ല, അപ്പൊ അത് കൺസിഡർ ചെയ്യണ്ട. പിന്നെ 5ഉം ഫ്രെയിമിൽ ഇല്ലാത്തതാണ്, കൺസിഡർ ചെയ്യണ്ട. 6ഉം ഫ്രെയിമിൽ ഇല്ല. അത് കഴിഞ്ഞ് 3. ഇപ്പൊ 3 എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മളിപ്പോ അടുത്ത് തന്നെ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ് പേജ് നമ്പർ 3. അപ്പൊ 3നെ നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ആരാ? 1.
അപ്പൊ 3 കഴിഞ്ഞിട്ട് നമ്മൾ 1 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 3നെയും 1നെയും നമ്മളിപ്പോ മാറ്റാൻ പാടില്ല. നമ്മൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാത്തത് ആരാ? 2 ആണ് അല്ലെ? അപ്പൊ നമുക്ക് 2 എന്ന് പറയുന്ന പേജിനെ റീപ്ലേസ് ചെയ്തിട്ട് 7 എന്ന് പറയുന്ന പേജിനെ അവിടെ ഇൻസേർട്ട് ചെയ്യാം. ഇതാണ് ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. നമ്മൾ ഫ്യൂച്ചറിൽ അടുത്ത് യൂസ് ചെയ്യുന്നത് ആരാണോ അവരെ റീപ്ലേസ് ചെയ്യാണ്ട് ഇപ്പൊ അടുത്ത് യൂസ് ചെയ്യാത്തത് ആരാണോ അവരെയാണ് പ്ലേസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവർ ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. നമുക്ക് പറയാം 7 എന്ന് പറയുന്നത് ഒരു പേജ് ഫോൾട്ട് ആണ്. Now the next request is page number 4. 4 എന്ന് പറയുന്ന പേജും ഇവിടെ ഫ്രെയിംസിൽ അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേജിനെ റീപ്ലേസ് ചെയ്യണം. ആരെ വേണം റീപ്ലേസ് ചെയ്യാനായിട്ട്? 1 വേണോ 7 വേണോ 3 വേണോ? അപ്പൊ നമുക്ക് നോക്കാം. 4ന് ശേഷം നമ്മൾ ഇനി ആരെയൊക്കെയാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്? 4ന് ശേഷം നേരത്തെ കണ്ട പോലെ 3യും 1ഉം നമുക്ക് ഇവിടെ റിക്വസ്റ്റ് വരുന്നുണ്ട്. പേജ് നമ്പർ 7ന് റിക്വസ്റ്റ് വരുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? പേജ് നമ്പർ 7നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ പേജ് നമ്പർ 4 ഇൻസേർട്ട് ചെയ്യാം. So page number 4 is also a page fault. ഇനി പേജ് നമ്പർ 5. അപ്പൊ 5നെ ഇവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പേജിനെ റീപ്ലേസ് ചെയ്യണം. നമുക്കറിയാം 1ഉം 3യും നമ്മളിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നതാണ്. പക്ഷെ ഈ 4 എന്ന് പറയുന്ന പേജ് ഇനി നമ്മൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് 4നെ മാറ്റിയിട്ട് 5 എന്ന് പറയുന്ന പേജിനെ അവിടെ ഇൻസേർട്ട് ചെയ്യാം. സോ പേജ് നമ്പർ 5ഉം ഒരു പേജ് ഫോൾട്ട് ആണ്. Now the next request is for page number 6. അപ്പൊ പേജ് നമ്പർ 6 നമ്മുടെ മെമ്മറിയിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഫ്രെയിംസ് ഫിൽ ആണ്. സോ പേജിനെ റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്യാനായിട്ട് 1ഉം 3യും നമ്മൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് പേജ് നമ്പർ 5 നമ്മൾ ഇവിടെ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്നില്ല. സോ അഗെയിൻ നമ്മൾ ഈ സെയിം ഫ്രെയിമിനെ തന്നെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. 5 റീപ്ലേസ് ചെയ്ത് അവിടെ 6നെ ഇൻസേർട്ട് ചെയ്തു. സോ 6 ഈസ് ഓൾസോ എ പേജ് ഫോൾട്ട്. Now the next page is 3. അപ്പൊ 3 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ മെമ്മറിയിൽ ഉണ്ട്. സോ നോ നീഡ് ഓഫ് റീപ്ലേസ്മെന്റ്. അപ്പൊ അവിടെ പേജ് ഫോൾട്ട് ഒക്കെ ചെയ്യുന്നില്ല. സോ ദ നെക്സ്റ്റ് പേജ് ഇസ് പേജ് നമ്പർ 1. 1 എന്ന് പറയുന്നതും ഓൾറെഡി മെമ്മറിയിൽ ഉള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് പേജ് റീപ്ലേസ്മെന്റിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് റെഫറൻസ് സ്ട്രിങ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് എത്ര പേജ് ഫോൾട്ട്സ് ഉണ്ടായിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7. So there is a total of 7 page faults. So we can say that option A is the correct answer. Question number 3. A page replacement algorithm is ഒരു പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം എങ്ങനെയായിരിക്കണം എന്നാണ് ചോദ്യം. അപ്പൊ ശരിക്കും ഈ അൽഗോരിതം എങ്ങനെയുള്ള അൽഗോരിതം ആയിരിക്കണം? നമ്മളുടെ എയിം എന്ന് പറയുന്നത് നമുക്ക് പേജ് ഫോൾട്ട്സിനെ മിനിമൈസ് ചെയ്യണം. ഏറ്റവും കുറവ് പേജ് ഫോൾട്ട് ഉണ്ടാവുന്നത് ഏത് അൽഗോരിതത്തിലാണോ അതാണ് ഏറ്റവും ബെസ്റ്റ് അൽഗോരിതം. ഇപ്പൊ പേജ് ഫോൾട്ട് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ടൈം എടുക്കും അല്ലെ? അപ്പൊ ആ ഒരു പേജിനെ സെക്കൻഡറി മെമ്മറിന്ന് പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. ഓൾറെഡി പ്രൈമറി മെമ്മറിയിൽ ഉള്ള ഒരു പേജിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ നമുക്ക് എക്സ്ട്രാ ടൈം കുറെ എടുക്കും. അപ്പൊ ആ ടൈമിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പേജ് ഫോൾട്ടിന്റെ നമ്പറിനെയും നമുക്ക് റെഡ്യൂസ് ചെയ്യണം. സോ നമ്മുടെ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം എന്ന് പറയുന്നത് ഏറ്റവും കുറവ് പേജ് ഫോൾട്ട് ഉണ്ടാവുന്ന ഒരു അൽഗോരിതം ആയിരിക്കണം. സോ ഹിയർ നമുക്ക് ചോയ്സസ് നോക്കാം. ഓപ്ഷൻ എ, റീപ്ലേസ് ദ പേജ് ഫാസ്റ്റർ. പേജിനെ ഫാസ്റ്റർ ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അതല്ല നമുക്ക് വേണ്ടത്. സെക്കൻഡ് വൺ, ടു മാക്സിമൈസ് ദ പേജ് ഫോൾട്ട് റേറ്റ്. അത് ഒരിക്കലും അല്ല അല്ലെ? നമുക്ക് പേജ് ഫോൾട്ടിന്റെ റേറ്റിനെ ഒരിക്കലും കൂട്ടരുത്. നമുക്ക് പേജ് ഫോൾട്ട് കുറക്കാനാണ് നമ്മളുടെ എയിം. സോ ഓപ്ഷൻ ബി ഈസ് ഓൾസോ റോങ്. ഓപ്ഷൻ സി, മിനിമൈസ് ദ പേജ് ഫോൾട്ട് റേറ്റ്. പേജ് ഫോൾട്ട് റേറ്റിനെ കുറക്കുക, അതാണ് നമ്മളുടെ ആവശ്യം. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ഈസ് ടു minimize page fault rate. Now coming over to the question number 4. Which page replacement policy sometimes lead to more page fault when size of the memory is increased? നമ്മുടെ മെമ്മറിയുടെ സൈസിനെ ഇൻക്രീസ് ചെയ്താൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളുടെ ഫിസിക്കൽ മെമ്മറി എന്ന് വിചാരിക്കുക. അതായത് ഇതാണ് നമ്മുടെ പ്രൈമറി മെമ്മറി എന്ന് വിചാരിക്കുക. ഇപ്പൊ സപ്പോസ് എനിക്കിവിടെ 4 ഫ്രെയിംസ് ആണ് ഉണ്ടായിരുന്നത്. 4 ഫ്രെയിംസ് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു റെഫറൻസ് സ്ട്രിങ് തന്നിട്ടുണ്ടായിരുന്നു വിചാരിക്കും. ഏതെങ്കിലും ഒരു അൽഗോരിതം യൂസ് ചെയ്തിട്ട് 4 ഫ്രെയിംസ് ഉള്ള സമയത്ത് സപ്പോസ് എനിക്ക് കിട്ടിയ പേജ് ഫോൾട്ട് 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ 4 ഫ്രെയിംസ് എന്നുള്ളതിന് പകരം 5 ഫ്രെയിംസ് ഉണ്ടായിരുന്നെങ്കിലോ? 5 ഫ്രെയിംസ് ഉണ്ടാവുന്ന സമയത്ത് എന്തായാലും ആ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് ഇച്ചിരി കുറയും അല്ലെ? കാരണം നമുക്ക് എക്സ്ട്രാ ഒരു മെമ്മറിയും കൂടി കിട്ടി. അപ്പൊ നമുക്ക് അത്രയും പേജസിനെ മെമ്മറിയിൽ കൂടുതലായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പേജ് ഫോൾട്ട് കുറയും അല്ലെ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ 7 എന്നുള്ളത് റെഡ്യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് 5 ഉള്ളൂ എന്ന് വിചാരിക്കും. പിന്നെയും ഞാൻ മെമ്മറി കൂട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്പർ ഓഫ് ഫ്രെയിംസിനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പേജ് ഫോൾട്ട് ഒന്നും കൂടി കുറയും അല്ലെ? സാധാരണ അങ്ങനെയാണ്. നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ നമ്പർ ഓഫ് ഫ്രെയിംസിനെ കൂട്ടുമ്പോൾ
പേജ് ഫോൾട്ട് കുറയും. അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറ്. പക്ഷേ ഒരു പേജ് റീപ്ലേസ്മെന്റ് പോളിസിയിൽ അത് ഏതാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു പേജ് റീപ്ലേസ്മെന്റ് പോളിസിയിൽ നമ്മൾ പ്രൈമറി മെമ്മറിയിലത്തെ ഫ്രെയിംസിനെ ഇൻക്രീസ് ചെയ്താൽ, അതായത് പ്രൈമറി മെമ്മറിനെ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേജ് ഫോൾട്ട് കുറയണതിന് പകരം പേജ് ഫോൾട്ട് കൂടും. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ 4 ഫ്രെയിംസ് ഉണ്ടായിരുന്ന സമയത്ത് 7 പേജ് ഫോൾട്ട് ആയിരുന്നെങ്കിൽ 5 ഫ്രെയിംസ് ഉണ്ടാവുന്ന സമയത്ത് സപ്പോസ് ദാറ്റ് ദ പേജ് ഫോൾട്ട് ഇൻക്രീസസ് ടു 9 പേജ് ഫോൾട്ട് ആയിട്ട് ഇൻക്രീസ് ചെയ്തെന്ന് വെക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു സിനാരിയോനെ നമ്മൾ പറയുന്ന പേരാണ് ബെലഡീസ് അനോമലി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബെലഡീസ് അനോമലി. ബെലഡീസ് അനോമലി ഏത് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതത്തിലാണ് വരുന്നത്, അതുപോലെ തന്നെ ബെലഡീസ് അനോമലി എന്താണ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് മിക്കവാറും എല്ലാ കൊല്ലം ബെലഡീസ് അനോമലിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും കാണാറുള്ളതാണ്. So Beladie's anomaly is very important, and this Beladie's anomaly occur in the first out FIFO algorithm. FIFO ആണ് ഇവിടുത്തെ ആൻസർ. ബാക്കി ഒരു അൽഗോരിതത്തിലും ഒരു പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതത്തിലും നമ്മൾ പ്രൈമറി മെമ്മറിനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, മെമ്മറിയുടെ സൈസിനെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേജ് ഫോൾട്ട് കുറയുകയാണ് ചെയ്യുക. പക്ഷെ ബെലഡീസ് അനോമലി എന്ന് പറഞ്ഞാല് പേജ് ഫോൾട്ട് കുറയണതിന് പകരം പേജ് ഫോൾട്ട് കൂടും. അതാണ് ബെലഡീസ് അനോമലി എന്ന് പറയുന്നത്. അത് വരുന്നത് FIFO പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ബെലഡീസ് അനോമലി ഒക്കർ ചെയ്യുള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലെക്ചർ വീഡിയോസ് ഇടുന്ന സമയത്ത് ബെലഡീസ് അനോമലി എന്താണെന്നും ഇതിനെ വെച്ചിട്ടൊരു എക്സാമ്പിൾ ഒക്കെ ചെയ്ത് കാട്ടാം. പേജ് ഫോൾട്ട് കുറയുന്നതിന് പകരം പേജ് ഫോൾട്ട് കൂടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാനൊരു എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് കാട്ടിത്തരാം. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 5. കൺസിഡർ ദ വിർച്വൽ പേജ് റെഫറൻസ് സ്ട്രിംഗ്. ഇവിടെ ഒരു പേജ് റെഫറൻസ് സ്ട്രിംഗ് തന്നിട്ടുണ്ട്. ഓൺ എ ഡിമാൻഡ് പേജ്ഡ് വെർച്വൽ മെമ്മറി സിസ്റ്റം. ഡിമാൻഡ് പേജ്ഡ് വെർച്വൽ മെമ്മറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് മാത്രം ആ പേജിനെ പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവരുന്നത്, അതിനെയാണ് നമ്മൾ ഡിമാൻഡ് പേജിംഗ് എന്ന് പറയുന്നത്. നമ്മളുടെ CPU എപ്പോഴാണ് ഒരു പേജിനെ ഡിമാൻഡ് ചെയ്യുന്നത്, എപ്പോഴാണ് ഒരു പേജിന് ആവശ്യം പറയുന്നത്, സമയത്ത് മാത്രം നമ്മൾ ആ പേജിനെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവരുന്നത്. അതിനെയാണ് നമ്മൾ ഡിമാൻഡ് പേജിംഗ് എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തില് that has main memory size of 3 page frames. അപ്പൊ ഇവർ പറയുന്നത് 3 പേജ് ഫ്രെയിം ആണ് പ്രൈമറി മെമ്മറിയിൽ അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ ഉള്ളത്, which are initially empty. ഈ 3 ഫ്രെയിംസ് ഇനീഷ്യലി എംപ്റ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Let LRU, optimal and FIFO denote the number of page faults under the corresponding page replacement policy. അപ്പൊ ഇവിടെ പറയുന്നത് ഇത് മൂന്നും കമ്പയർ ചെയ്യാന്, അതായത് LRU യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര പേജ് ഫോൾട്ട് ഉണ്ടായിരുന്നു കണ്ടുപിടിക്കണം, ഒപ്റ്റിമലി യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര പേജ് ഫോൾട്ട് ഉണ്ടായിരുന്നു കണ്ടുപിടിക്കണം, FIFO യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര പേജ് ഫോൾട്ട് ഉണ്ടായിരുന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ പേജ് ഫോൾട്ടിനെ കമ്പയർ ചെയ്യാൻ, ഏതാണ് കൂടുതൽ ഏതാണ് കുറവ്, അങ്ങനെ ഈ ഒരു ഓപ്ഷൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഈ 3 അൽഗോരിതം വെച്ചിട്ട് എത്ര പേജ് ഫോൾട്ട്സ് വീതം ഉണ്ടായി എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ ആ സ്ട്രിങ് ഞാൻ ഇവിടെ രണ്ടാമത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിലും എത്ര പേജ് ഫോൾട്ട് ഉണ്ടായി എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് LRU നോക്കാം, ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ്. സോ ഹിയർ നമുക്ക് 3 ഫ്രെയിംസ് ഉണ്ട്. ഇനീഷ്യലി എല്ലാം എംപ്റ്റി ആണ്. ഫസ്റ്റ് പേജ് 1 എന്ന് പറയുന്ന പേജ് ഇനീഷ്യലി ഇവിടെ മെമ്മറിയിൽ ഇല്ല. സോ ഇറ്റ്സ് എ പേജ് ഫോൾട്ട്. അപ്പൊ 1ന് നമ്മൾ പേജ് ഫോൾട്ട് ആണ്, ഈ 1ന് നമ്മൾ മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവന്നു. ഈ നെക്സ്റ്റ് പേജ് 2, പേജ് 2 ഇപ്പൊ മെമ്മറിയിൽ ഇല്ല. സോ അഗെയിൻ ഇറ്റ്സ് എ പേജ് ഫോൾട്ട്. 2നെ നമ്മൾ മെമ്മറിയിലോട്ട് കൊണ്ടുവന്നു. Now the next page is 3 മെമ്മറിയിൽ ഇല്ല. സോ ഇറ്റ്സ് എ പേജ് ഫോൾട്ട്. 3നെ നമ്മൾ മെമ്മറിയിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇതുവരെ നമുക്ക് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, കാരണം ഓൾറെഡി ഫ്രെയിംസ് അവൈലബിൾ ആയിരുന്നു. അപ്പൊ നമ്മൾ ആ ഫ്രെയിമിലോട്ട് ജസ്റ്റ് ആ പേജിനെ ഇൻസേർട്ട് ചെയ്തു. പക്ഷെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി പുതിയതായിട്ട് ഒരു പേജിനെ റെഫർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഫ്രെയിംസ് അവൈലബിൾ അല്ല. സോ ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഓൾറെഡി ഉള്ള ഒരു പേജിനെ റീപ്ലേസ് ചെയ്തിട്ട് വേണം പുതിയ പേജിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ. അതാണ് നമ്മൾ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഏതാ? LRU. LRU മീൻസ് ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ്. അതായത് ഇപ്പൊ അടുത്ത് റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തത് ആരാണോ അവരെ നമ്മൾ മാറ്റില്ല. റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ലാത്തത് ആരാണോ അവരെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് പേജ് റിക്വസ്റ്റ് ഏതാ? 2 ആണ്. അപ്പൊ 2 ഓൾറെഡി മെമ്മറിയിൽ ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ പേജ് ഫോൾട്ട്. അപ്പൊ നമ്മൾ അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. Now the next one, പേജ് നമ്പർ 4 ഓൾറെഡി മെമ്മറിയിൽ ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് വേണം?
ആ പേജ് നമ്പർ 4 ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ഓൾറെഡി ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു പേജിനെ റീപ്ലേസ് ചെയ്തിട്ട് വേണം 4 നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. റൈറ്റ്? അപ്പൊ ആര് വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ? നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ്. അപ്പൊ 1, 2, 3 എന്ന് പറയുന്ന ഈ പേജസിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ലാത്തത് ആരാണോ അയാളെ വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളുടെ റിക്വസ്റ്റ് ഇപ്പൊ പേജ് നമ്പർ 4 അപ്പൊ നമ്മൾ ബാക്കിലോട്ട് നോക്കാം. 4 മുന്നേ യൂസ് ചെയ്തത് 2 ആണ്. അപ്പൊ 2 എന്ന് പറയുന്ന പേജിന് നമുക്ക് ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് 2 റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അതിന് മുന്നേ യൂസ് ചെയ്തത് ആരാ? 3. അപ്പൊ 3 എന്ന് പറയുന്നതും ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് 3 റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ 2ഉം 3ഉം റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരാണുള്ളത്? 1. റൈറ്റ്? അപ്പൊ നമ്മൾ ഈ 1 റീപ്ലേസ് ചെയ്തിട്ട് അവിടെ പുതിയ ഫ്രെയിം ആയ 4 ഇൻസേർട്ട് ചെയ്യും. ഓക്കെ? 4 എന്ന് പറയുന്നതും ഒരു പേജ് ഫോൾട്ട് ആയിരുന്നു. Now the next request is for page number 1. അപ്പൊ പേജ് നമ്പർ 1 എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? അപ്പൊ ഇപ്പൊ നമ്മൾ മെമ്മറിയിൽ നോക്കുമ്പോൾ പേജ് നമ്പർ 3, 2 and 4 ആണുള്ളത്. 1 നമുക്കില്ല. സോ 1 is a page fault. ഇനി നമ്മൾ ആരെ വേണം റീപ്ലേസ് ചെയ്യാനായിട്ട്? നമ്മൾ ബാക്കിലോട്ട് നോക്കാം. ആരെയാണോ ഇപ്പൊ അടുത്ത് യൂസ് ചെയ്തിട്ടില്ലാത്തത് അവരെ വേണം റീപ്ലേസ് ചെയ്യാൻ. അപ്പൊ പേജ് നമ്പർ 4 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തതാണ്, മാറ്റാൻ പറ്റില്ല. അതിന് മുന്നേ യൂസ് ചെയ്തതാണ് പേജ് നമ്പർ 2. അപ്പൊ 2ഉം 4ഉം ആണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആരെ വേണം മാറ്റാനായിട്ട്? പേജ് നമ്പർ 3 വേണം റീപ്ലേസ് ചെയ്യാൻ. പേജ് നമ്പർ 3 റീപ്ലേസ് ചെയ്തിട്ട് അവിടെ പേജ് നമ്പർ 1 ഇൻസേർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് റെഫറൻസ് ഏതാ? പേജ് നമ്പർ 3. അൺഫോർച്ചുനേറ്റ്ലി പേജ് നമ്പർ 3 നമ്മൾ ഇപ്പൊ തന്നെ റീപ്ലേസ് ചെയ്തുള്ളൂ. സോ ഇപ്പൊ നമ്മൾ ഫ്രെയിം നോക്കിയാൽ പേജ് നമ്പർ 1, 2 and 4 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പേജ് നമ്പർ 3 അവൈലബിൾ അല്ല. സോ ഇറ്റ്സ് ഓൾസോ എ പേജ് ഫോൾട്ട്. ഇനി നമ്മൾ ഈ പേജ് 3 ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പേജ് 3ക്ക് മുന്നേ യൂസ് ചെയ്തത് ആരൊക്കെയാണ്? പേജ് നമ്പർ 1ഉം 4ഉം ഇപ്പൊ അടുത്ത് യൂസ് ചെയ്തുള്ളൂ. സോ പേജ് നമ്പർ 1 4 നമുക്ക് ഇപ്പൊ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ പേജ് നമ്പർ 2 റീപ്ലേസ് ചെയ്യും. എന്നിട്ട് അവിടെ പേജ് നമ്പർ 3 ഇൻസേർട്ട് ചെയ്യും. Now the next request is for page number 2. അപ്പൊ പേജ് 2 ഇവിടെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിന് തൊട്ട് മുന്നേ യൂസ് ചെയ്തത് പേജ് 3ഉം 1ഉം ആണ്. അപ്പൊ 3ഉം 1ഉം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ പേജ് 4 റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 2 ഇൻസേർട്ട് ചെയ്യും. സോ 2 ഈസ് ഓൾസോ എ പേജ് ഫോൾട്ട്. ഇനി നെക്സ്റ്റ് റിക്വസ്റ്റ് വരുന്നത് പേജ് നമ്പർ 4. അപ്പൊ 4 ഇപ്പൊ മെമ്മറിയിൽ അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ ആരെ റീപ്ലേസ് ചെയ്യണം? പേജ് 4 തൊട്ട് മുന്നേ യൂസ് ചെയ്തത് 2ഉം 3ഉം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2ഉം 3ഉം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പകരം അതിന് മുന്നേ യൂസ് ചെയ്ത 1 റീപ്ലേസ് ചെയ്തിട്ട് 4 അവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. സോ 4 ഈസ് ഓൾസോ എ പേജ് ഫോൾട്ട്. ഇനി നെക്സ്റ്റ് റിക്വസ്റ്റ് വരുന്നത് പേജ് 1. അപ്പൊ പേജ് 1 ഇപ്പൊ മെമ്മറിയിൽ അവൈലബിൾ അല്ല. സോ ഇറ്റ്സ് ഓൾസോ എ പേജ് ഫോൾട്ട്. 1 തൊട്ട് മുന്നേ 4ഉം 2ഉം യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 4ഉം 2ഉം റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പകരം 3 റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ 1 ഇൻസേർട്ട് ചെയ്യും. അപ്പൊ നമ്മളുടെ സ്ട്രിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എത്ര പേജ് ഫോൾട്ട് ഉണ്ടായി എന്നുള്ളത് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ? സോ LRU എന്ന് പറയുന്നത് LRU അൽഗോരിതം യൂസ് ചെയ്തപ്പോൾ നമുക്ക് 9 പേജ് ഫോൾട്ട്സ് ആണ് ഉണ്ടായത്. ഇനി നമ്മുടെ നെക്സ്റ്റ് അൽഗോരിതം ഒപ്റ്റിമൽ അൽഗോരിതം യൂസ് ചെയ്തിട്ട് എത്ര പേജ് ഫോൾട്ട് ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഞാനത് പുതിയൊരു സ്ലൈഡിൽ കാട്ടാം. അപ്പൊ നമ്മൾ നേരത്തെ LRU യൂസ് ചെയ്തപ്പോൾ നമുക്ക് 9 പേജ് ഫോൾട്ട്സ് ആണ് ഉണ്ടായത്. ഇനി നമുക്ക് ഒപ്റ്റിമൽ യൂസ് ചെയ്യുമ്പോൾ എത്ര പേജ് ഫോൾട്ട് ഉണ്ടാവും എന്ന് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് റെഫറൻസ് പേജ് നമ്പർ 1. അപ്പൊ അത് പേജ് ഫോൾട്ട് ആണ്. പേജ് നമ്പർ 1 നമ്മൾ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഈസ് പേജ് 2. അപ്പൊ പേജ് 2 മെമ്മറിയിൽ ഓൾറെഡി ഇല്ല. സോ ഇറ്റ്സ് ഓൾസോ പേജ് ഫോൾട്ട്. 2 നമ്മൾ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഈസ് പേജ് 3. അപ്പൊ പേജ് 3 ഓൾറെഡി മെമ്മറിയിൽ ഇല്ല. സോ ഇറ്റ്സ് എ പേജ് ഫോൾട്ട്. പേജ് നമ്പർ 3 നമ്മൾ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് പേജ് ഏതാ? പേജ് നമ്പർ 2. പേജ് നമ്പർ 2 ഓൾറെഡി മെമ്മറിയിൽ ഉള്ളതാണ്. അപ്പൊ പേജ് ഫോൾട്ട് അല്ല. പേജ് ഫോൾട്ട് ആവുമ്പോഴാണ് നമ്മൾ പേജിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നത്. Now the next page is 4. അപ്പൊ 4 എന്ന് പറയുന്ന പേജിന് നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ 1, 2, 3 എന്ന് പറയുന്ന ഈ പേജസിലെ ഏതെങ്കിലും ഒരു പേജിനെ റീപ്ലേസ് ചെയ്തിട്ട് വേണം 4 നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ അല്ലെ? അപ്പൊ നമ്മൾ ഏത് പേജിനെ റീപ്ലേസ് ചെയ്യണം? ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ആൻഡ് ഹിയർ വി ആർ യൂസിങ് ദ ഒപ്റ്റിമൽ അൽഗോരിതം. അപ്പൊ ഒപ്റ്റിമൽ അൽഗോരിതത്തിൽ എന്താ പറയുന്നത്? ഫ്യൂച്ചറിൽ അടുത്ത് യൂസ് ചെയ്യാത്തത് ആരാണോ അയാളെ വേണം റീപ്ലേസ് ചെയ്യാൻ. അപ്പൊ പേജ് 4 നമ്മൾ ലീസ്റ്റ് റീസെന്റ്ലിയിലെ ബാക്കിലോട്ടാണ് നോക്കിയത് അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ ഫ്രണ്ടിലോട്ട് വേണം നോക്കാനായിട്ട്. അതായത് 4 എന്ന് പറയുന്ന റിക്വസ്റ്റിന് ശേഷം നമ്മൾ ആരെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അടുത്ത് യൂസ് ചെയ്യാത്തത് ആരാണോ അയാളെ വേണം മാറ്റാൻ. 4 കഴിഞ്ഞിട്ട് നമ്മൾ 1 യൂസ് ചെയ്യും.
അപ്പൊ 1നെ നമുക്കിപ്പോ മാറ്റാനായിട്ട് പറ്റില്ല. കാരണം നെക്സ്റ്റ് നമുക്ക് 1നെ ആവശ്യമുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ 3 എന്ന് പറയുന്ന പേജ് യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് 3യും നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. കാരണം 1 കഴിഞ്ഞ് നമ്മൾ 3 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 1ഉം 3യും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് 2 ആവശ്യം വരുന്നത്. അപ്പൊ നമ്മൾ മാറ്റാൻ പോകുന്നത് 2നെയാണ്. Because 1 and 3 are going to be used recently in the future. ഫ്യൂച്ചറിൽ നമ്മൾ ഇപ്പൊ അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നതാണ് 1ഉം 3യും. അപ്പൊ അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ആരാണോ? 2 ആണ്. അപ്പൊ പേജ് 2നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ പേജ് 4നെ ഇൻസേർട്ട് ചെയ്തു. ഇപ്പൊ നോക്കിയേ, നെക്സ്റ്റ് റിക്വസ്റ്റ് പേജ് 1 ആണ്. 1 ഓൾറെഡി മെമ്മറിയിൽ ഉണ്ട്. സോ നമുക്ക് അതിനെ റീപ്ലേസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് നോട്ട് എ പേജ് ഫോൾട്ട്. അത് കഴിഞ്ഞിട്ട് പേജ് 3ക്ക് റിക്വസ്റ്റ് വന്നു. 3 is already there in the memory. സോ അതും പേജ് ഫോൾട്ട് അല്ല. നെക്സ്റ്റ് ഈസ് പേജ് നമ്പർ 2. ഇപ്പൊ പേജ് നമ്പർ 2 മെമ്മറിയിൽ ഉണ്ടോ? ഇല്ല അല്ലെ. 1ഉം 3യും 4ഉം ആണുള്ളത്. പേജ് 2 ഇല്ല. അപ്പൊ പേജ് 2 എന്ന് പറയുന്നത് ഒരു പേജ് ഫോൾട്ട് ആണ്. പിന്നെ ആരെ വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ? ഇപ്പൊ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കാണാം 4ഉം 1ഉം നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പൊ 4നെയും 1നെയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബാക്കി ആരാണ് മെമ്മറിയിലുള്ളത്? 3. അപ്പൊ 3നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമുക്ക് പേജ് 2നെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, സോ പേജ് 2 is a page fault. Next request is for page 4. 4 already മെമ്മറിയിൽ ഉണ്ട്. So it's not a page fault. പിന്നെ പേജ് 1. 1ഉം already മെമ്മറിയിൽ ഉണ്ട്. So it's also not a page fault. So total number of page faults എത്രയാണ്? In case of optimal, optimal 1, 2, 3, 4 and 5. 5 page faults ആണ് optimal ഉള്ളത്. Okay, അപ്പൊ നമുക്ക് പറയാം LRUവിനേക്കാളും കുറവ് പേജ് ഫോൾട്ട് ഒപ്റ്റിമലിലാണ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി കൺസിഡർ ചെയ്യാനുണ്ട്. ഇറ്റ് ഈസ് എ FIFO. First request is for page number 1. 1 already മെമ്മറിയിൽ ഇല്ല. So it's a page fault. 1നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. Next is for page 2. 2 മെമ്മറിയിൽ ഇല്ല. So it's a page fault. 2നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. Next is for page 3. Page 3 മെമ്മറിയിൽ ഇല്ല. So it's a page fault. Page 3നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. Okay. Next reference is for page 2. Page 2 already മെമ്മറിയിൽ ഉണ്ട്. So it's not a page fault. നമ്മൾ ഒന്നും അവിടെ ചെയ്യേണ്ട കാര്യമില്ല. Next is for page 4. 4ന് നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു പേജിനെ റീപ്ലേസ് ചെയ്തിട്ട് വേണം പേജ് 4നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ. അപ്പൊ ആര് വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം FIFO. FIFO എന്ന് പറയുന്ന അൽഗോരിതം എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ആരെയാണോ നമ്മൾ ഈ മെമ്മറിയിൽ ആദ്യം ഇൻസേർട്ട് ചെയ്തത് അയാളെ വേണം ആദ്യം റീപ്ലേസ് ചെയ്യാൻ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇപ്പൊ പേജ് 4നെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മെമ്മറിയിലുള്ളത് 1, 2 and 3. അപ്പൊ 1, 2 and 3യിൽ ആരാണ് ആദ്യം വന്നത്? 2ഉം 3യും വരുന്നതിന് മുന്നാണ് 1 വന്നേക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 4നെ ഇൻസേർട്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നെക്സ്റ്റ് റെഫറൻസ് ഇസ് ഫോർ പേജ് 1. അപ്പൊ പേജ് 1 ഇപ്പൊ മെമ്മറിയിൽ അവൈലബിൾ അല്ല. സോ ഇറ്റ്സ് എ പേജ് ഫോൾട്ട്. ഇനി ആരെ വേണം നമ്മൾ മാറ്റാനായിട്ട്? ഇപ്പൊ മെമ്മറിയിലുള്ളത് 3, 2 and 4. 3, 2 and 4ൽ ആരാണ് ആദ്യം വന്നത്? ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോ 3ഉം 4ഉം വരുന്നതിന് മുന്നേ വന്നേക്കുന്നതാണ് 2. 2 ആണ് ഇവിടെ ഫസ്റ്റ് വന്നേക്കുന്നത്. 3, 2 and 4 കൺസിഡർ ചെയ്യുമ്പോൾ 2 ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അത് അതിന് മുന്നേ തന്നെ ഇവിടെ പ്രീവിയസ്ലി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഏറ്റവും ആദ്യം വന്നത് പേജ് 2 ആണ്. അപ്പൊ 2നെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ പേജ് 1നെ ഇൻസേർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് റെഫറൻസ് ആരാ? പേജ് നമ്പർ 3. അപ്പൊ 3 ഓൾറെഡി മെമ്മറിയിൽ ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ പേജ് ഫോൾട്ട്. നെക്സ്റ്റ് ഈസ് പേജ് 2. 2 എന്ന് പറയുന്നത് മെമ്മറിയിൽ ഇല്ല. സോ ഇറ്റ്സ് എ പേജ് ഫോൾട്ട്. ഇനി ആരെ വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട്? നമ്മുടെ മെമ്മറിയിൽ 1, 3 and 4 ആണ് ഉള്ളത്. 1, 3 and 4ൽ ആരാ ആദ്യം വന്നത്? 3 ആണ്, റൈറ്റ്? അപ്പോ പേജ് 3നെ റീപ്ലേസ് ചെയ്തിട്ട് പകരം നമ്മൾ അവിടെ പേജ് 2നെ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് റെഫറൻസ് ഈസ് ഫോർ പേജ് 4. 4 ഓൾറെഡി മെമ്മറിയിൽ ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ പേജ് ഫോൾട്ട്. ആൻഡ് ദെൻ the next reference is page 1. Page 1 is already there in the memory. So it's also not a page fault. So now the total number of page fault in case of FIFO എത്രയാണ്? 1, 2, 3, 4, 5, 6. 6 page faults ആണ് FIFOയിലുള്ളത്. ഓക്കെ, അപ്പോ LRUവില് 9 page fault ഉണ്ട്. FIFOയില് 6 page fault ഉണ്ട്. ഒപ്റ്റിമലില് 5 page fault ഉണ്ട്. അപ്പൊ ഒപ്റ്റിമൽ ലെസ് ദാൻ FIFO ലെസ് ദാൻ LRU. ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ബി ഇസ് അവർ ആൻസർ. ഒപ്റ്റിമൽ ലെസ് ദാൻ FIFO ലെസ് ദാൻ LRU. ഓക്കെ, നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ 5 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. സോ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.